ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് രാവിലെ പ്രധാന വാതിൽ തുറക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു വരി മന്ത്രം ഉരുവിട്ടുകൊണ്ട് തുറക്കുകയാണെങ്കിൽ ആ വീട്ടിലെ കടബാധ്യതകളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാൻ വേണ്ടി അത് ഉപകരിക്കുമെന്നുള്ളതാണ്. ഞാനീ പറയാൻ പോകുന്ന ഒരു വരി മന്ത്രം മഹാലക്ഷ്മിയെ വിളിച്ചു വീട്ടിലേക്ക് കയറ്റുന്ന ഒരു വശ്യമന്ത്രമാണ്. അത് ഇതുവരെ പറയാത്ത മന്ത്രമാണ്. പ്രധാന വാതിൽ തുറക്കുമ്പോൾ ഈ മന്ത്രം ജപിച്ച് തുറക്കുക. നിങ്ങൾ രാവിലെ നിത്യവും ചെയ്യുക. ഇത് ആ വീട്ടിലെ എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ ഉപകരിക്കും. അത് അത്ഭുതകരമായ രഹസ്യമന്ത്രം ഞാൻ പറഞ്ഞുതരാം. ആ മന്ത്രത്തിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം കയറി വരുവാനും മഹാലക്ഷ്മിയെ വിളിച്ചു വരുത്തുന്ന ഒരു മന്ത്രമാണ്. വിളിച്ചു വരുത്തുന്ന പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ പ്രാർത്ഥിച്ച് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ്. നല്ലൊരു പ്രാർത്ഥനയാണ്. അപ്പം ഒരിക്കലും വീട്ടിൽ സമ്പത്ത് കുറയത്തില്ല, കടങ്ങളൊക്കെ പെട്ടെന്ന് മാറും. ഒരു വരിയുള്ള മന്ത്രമാണ്. നിസ്സാരം, വളരെ ലളിതമായിട്ട് ഒരു സെക്കൻഡിനുള്ളിൽ ചെയ്യാവുന്ന ഒരു മന്ത്രമേ ഉള്ളൂ. അപ്പോൾ പ്രധാന വാതിൽ തുറക്കുമ്പോൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് തുറക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരിക്കലും സമ്പത്തിന് കുറവ് വരത്തില്ല. അങ്ങനെ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ ഇത് മാറ്റം വരുത്തും. ചെയ്തു നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല കാര്യം. നമ്മുടെ വീട്ടിൽ രാവിലെ നമ്മളൊക്കെ വാതിൽ തുറക്കുമല്ലോ. ആ വാതിൽ തുറക്കുമ്പോൾ പ്രധാനമായിട്ടും സൂര്യോദയത്തിന് മുമ്പ് ഒരു 6:30 മുമ്പ് തുറക്കാൻ ശ്രമിക്കണം. ആ സമയത്ത് വാതിലും ജനലും എല്ലാം സൂര്യോദയത്തിന് മുമ്പ് തുറന്നിടണം. കാരണം വെച്ചാൽ പ്രകൃതിയിൽ നിന്നുള്ള ആ ഒരു ശുദ്ധമായ ആ ഒരു ചൈതന്യം, ആ പ്രകൃതിയുടെ ഒരു ഉണർവ്, ആ പ്രകൃതിയുടെ ഒരു അനുഗ്രഹം അത് ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മളൊരു സൂര്യോദയത്തിന് മുമ്പായിട്ട് വാതിലും ജനലും ഒക്കെ തുറന്നിടണം. സൂര്യോദയം ഏകദേശം ഒരു 6:30 എന്ന് വിചാരിച്ചു. ഒരു ഏകദേശം 6:30 മുമ്പായിട്ട്, 6:15 6:10 അല്ലെങ്കിൽ 6:30 മുമ്പ് എപ്പം വേണേലും തുറക്കാം. കഴിവതും ഒരു 6 6:30 ഇടയ്ക്ക് തുറക്കുക പ്രധാന വാതിൽ. അത് 6 6:30 ഇടയ്ക്ക് ഏത് സമയം വേണമെങ്കിലും തുറക്കാം. പ്രധാന വാതിൽ തുറക്കുമ്പോൾ ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് തുറക്കുക. ഓം ശ്രീം ഹ്രീം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ. ഈ മന്ത്രത്തിന് ചില രഹസ്യങ്ങളുണ്ട്. ഇത് കൃഷ്ണലക്ഷ്മി ധനവശ്യ മന്ത്രമാണ്. മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. അത് നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ. ഈ മന്ത്രത്തിനകത്ത് ശ്രീം ഹ്രീം ക്ലീം എന്നീ 3 ബീജങ്ങൾ വരുന്നുണ്ട്. ഈ 3 ബീജങ്ങൾക്ക് ചില പ്രത്യേക ശക്തിയുണ്ട്. ഒന്ന്, നമ്മളുടെ കുണ്ടലിനി ശക്തി ഒരു ഉണർവുണ്ടാക്കാൻ പറ്റും. അതായത് നമ്മുടെ ഓരോ ചക്രാസിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാക്കാൻ ഈ 3 ബീജങ്ങൾക്ക് ശക്തിയുണ്ട്. ശ്രീം എന്ന ബീജം സമ്പത്തിനെ ആകർഷിക്കുന്നതാണ്. ഹ്രീം എന്ന ബീജം സമ്പത്തിന്റെ തടസ്സങ്ങൾ മാറ്റിത്തരും. ക്ലീം എന്ന ബീജം സമ്പത്തിനെ ആകർഷിച്ചു നിലനിർത്തും. അങ്ങനെയാണ് ഈ 3 ബീജങ്ങളും ആയിട്ടുള്ള രഹസ്യം. ഈ 3 ബീജങ്ങളും ജപിക്കുമ്പോൾ നമ്മളുടെ കുണ്ടലിനി ശക്തിയിലും ഒരു ഉണർവുണ്ടാകും. കുണ്ടലിനി ഉണരുക എന്നല്ല പറഞ്ഞത്, ഒരു ഉണർവുണ്ടാവും. ഓരോ ചക്രാസിലും പോസിറ്റീവായ ഒരു ഈശ്വരീയമായ ഒരു അനുഗ്രഹം ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഉള്ളിലും നമ്മളുടെ വെളിയിലും നമ്മളുടെ വീട്ടിലും എല്ലാം ആ ഒരു ഈശ്വരാനുഗ്രഹം നിറയ്ക്കുന്ന ഒരു മന്ത്രമാണിത്. ഓം ശ്രീം ഹ്രീം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ എന്നുള്ളതാണ് ഈ മന്ത്രം. ഇത് ജപിച്ചുകൊണ്ട് പ്രധാന വാതിൽ തുറക്കുക. നിത്യേന നിങ്ങൾ രാവിലെ ചെയ്യുക. ആ വീട്ടിലേക്ക് മഹാലക്ഷ്മിയും കൃഷ്ണന്റെയും അനുഗ്രഹം വരും. അതായത് കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഏറ്റവും അനുഗ്രഹം തരുന്ന ഒരു രഹസ്യ വരികളാണ്. അപ്പൊ അതിൻ്റെ കൂടെ ഈ ഒരു ബീജവും കൂടെ ചേരുമ്പോൾ ശ്രീം ഹ്രീം ക്ലീം, ശ്രീം എന്ന് വെച്ചാൽ ലക്ഷ്മി ബീജമാണ്, ഹ്രീം എന്ന് വെച്ചാൽ ശക്തി ബീജം ഭുവനേശ്വരി ബീജമാണ്, ക്ലീം എന്ന് വെച്ചാൽ സർവവശ്യ ബീജമാണ്. ഇതുകൂടെ ചേരുമ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവിയെയും കൃഷ്ണന്റെയും ഐശ്വര്യം നമ്മൾ ആ മന്ത്രത്തിലൂടെ നമ്മുടെ വീട്ടിലേക്ക് വരുമെന്നുള്ളതാണ്. ആ വീട്ടിൽ സമാധാനം, സമ്പത്ത്, ഐശ്വര്യം, കടബാധ്യതകളൊക്കെ പെട്ടെന്ന് മാറാൻ ഉപകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രധാന വാതിൽ നമ്മൾ ഈ രാവിലെ ഈ തുറക്കുന്ന സമയം ഒരു 6 6:30 ഇടയ്ക്ക് തുറക്കണം. ഇനി 6:30 മുമ്പ് എപ്പം തുറന്നാലും കുഴപ്പമില്ല. പക്ഷേ എങ്കിലും പറ്റുവാണെങ്കിൽ 6 6:30 ഇടയ്ക്കെങ്കിലും തുറക്കണം. അത് സൂര്യോദയത്തിന് മുമ്പ് തുറക്കുമ്പം
ആ ജനലുകളും ഒക്കെ തുറന്നിടുക. തുറന്നിടുമ്പോഴേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമുള്ളത് തുറന്നാൽ മതി. എല്ലാ ജനലുകളും തുറക്കണമെന്നല്ല. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ആവശ്യം അനുസരിച്ച് ചെയ്താൽ മതി. പക്ഷെ വാതിൽ തുറന്നിടുക. വാതിൽ തുറന്നിട്ടാൽ തന്നെയും എപ്പോഴും പ്രധാന വാതിലിൽ നമ്മുടെ ഒരു ശ്രദ്ധ വേണം കേട്ടോ. അത് പ്രധാന വാതിൽ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ള ഒരു ഭാഗമാണ്. അവിടെ ശരിക്കും നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ ലക്ഷ്മി പാദങ്ങൾ ആ പ്രധാന വാതിലിൽ കൂടെ ലക്ഷ്മി പാദങ്ങൾ പതിയുന്നു എന്ന് മനസ്സിൽ സങ്കല്പിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഐശ്വര്യങ്ങൾ വരുന്നത്. ഉറച്ച് വിശ്വസിക്കണം. മനസ്സിലായില്ലേ? മന്ത്രം ജപിക്കുമ്പോൾ ലക്ഷ്മി പാദങ്ങൾ ആ പ്രധാന വാതിൽ, ആ കട്ടിളയുടെ പ്രധാന വാതിലിൽ കൂടി ലക്ഷ്മി പാദങ്ങൾ പതിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ലക്ഷ്മി കയറുന്നതായിട്ട് സങ്കല്പിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായി വരുന്നത്. ഇത് നിത്യേന ചെയ്യുക. അപ്പം ഇത് ചെയ്താൽ നമുക്ക് അതിൻ്റെ വീട്ടിൽ അതിൻ്റെ മാറ്റങ്ങൾ അനുഭവിച്ചറിയാം എന്നുള്ളതാണ്. ഇത് ഒരു വളരെ ഒരു രഹസ്യമായ ഒരു വിദ്യയാണ്. ഒരു നല്ല കാര്യമാണ്, ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഇത് ശരിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ അതിനുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകും. പിന്നെ പ്രധാന വാതിലും വീടിൻ്റെ പരിസരവും എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതിന് ആ വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനിയും ഈ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ജീവിതത്തിൽ ശത്രുദോഷം കൊണ്ട്, അതായത് സമയദോഷം കൊണ്ട് ഒരു രക്ഷയുമില്ല എന്നുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച രാവിലെ കരിക്കഭിഷേകം ചെയ്യുക. ഒരു പാൽപ്പായസം, പിൻവിളക്ക്, ഇത് മൂന്നും ചെയ്യുക. പെട്ടെന്ന് മാറ്റം വരും. ഇപ്പം കരിക്കഭിഷേകത്തിന് തലേദിവസം ഏർപ്പാടാക്കണം. ശനിയാഴ്ച രാവിലെ ചെയ്യുന്നുണ്ടെങ്കിൽ കരിക്കഭിഷേകം, പിൻവിളക്ക്, പാൽപ്പായസം. പിൻവിളക്ക് എന്ന് പറഞ്ഞാൽ രസീത് എടുത്താൽ മതി. അത് പാർവ്വദേവിക്ക് രസീത് എടുത്താൽ മതി. പിന്നെ പാൽപ്പായസം, പെട്ടെന്ന് മാറ്റം വരും എന്നുള്ളതാണ്. ഇനി ശനിയാഴ്ചകൾ വേണമെങ്കിൽ വലിയ ഒരു ബുദ്ധിമുട്ടാണ് ശനിയാഴ്ചകൾ ആവർത്തിക്കാം. അല്ലെങ്കിൽ മാസത്തിൽ ഒരു ശനിയാഴ്ച ചെയ്താലും മതി. നല്ല മാറ്റം വരും എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശിവന് കരിക്കഭിഷേകം ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിതൃപ്രീതി, പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ശനിയാഴ്ച ശിവഭഗവാന് പാൽപ്പായസം ചെയ്താൽ നിങ്ങൾക്ക് മുൻജന്മ കർമ്മദോഷങ്ങൾ മാറാനും ശനിയെ കൊണ്ടുള്ള ദുരിതങ്ങളും മാറിക്കിട്ടും. പലരും പറയാറുണ്ട്, കണ്ടകശനിയാണ്, ഏഴരശനിയാണ്, എൻ്റെ ജോലി പോയി, അല്ലെ എനിക്ക് പുതിയ ജോലി കിട്ടുന്നില്ല, എൻ്റെ വീട്ടിൽ എപ്പോഴും കലഹമാണ്, അല്ലെ എനിക്ക് വണ്ടിയിൽ നിന്നൊരു അപകടം ഉണ്ടായി, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾ ഉണ്ടായി, അല്ലെ എൻ്റെ സുഹൃത്ത് എന്നെ പറ്റിച്ചു, അല്ലെ എൻ്റെ കടം മേടിച്ചവർ അത് തിരിച്ചു തരുന്നില്ല. ഇതൊക്കെ ശനി പല രീതിയിൽ ദോഷകരമായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളാണ്. ഇപ്പം ഏഴരശനി ആയിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, വാഹനങ്ങളിൽ നിന്ന് അശ്രദ്ധ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ജോലി, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഏഴരശനി സമയത്ത് നിങ്ങൾ ജോലി കളയരുത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പം അറിയാതെ ജോലി കളയേണ്ട ആവശ്യം വരും. കാരണം ജോലി സമ്മർദ്ദം കൂടിക്കഴിയുമ്പോൾ ചിലപ്പം മേലുദ്യോഗസ്ഥനോട് ദേഷ്യപ്പെട്ടെന്ന് വരാം, അല്ലെ ഒരു ജോലി ചിലപ്പോൾ സമയത്തിന് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരാം, ജോലി ഉപേക്ഷിക്കേണ്ട ചില സാഹചര്യങ്ങൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ പിന്നെ ഉടനെ ഒരു ജോലി കിട്ടാൻ വേണ്ടി ചിലപ്പം തടസ്സം ഉണ്ടാവും. ഞാനീ പറഞ്ഞ വഴിപാട് ശനിയാഴ്ച രാവിലെ നിങ്ങൾ ചെയ്താൽ മതി. എത്രയോ ആളുകൾ ഗൾഫിൽ നിന്നൊക്കെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് ലോണും ഒക്കെ അടയ്ക്കാൻ കാണും, പല ബുദ്ധിമുട്ടുകളും കാണും. നിങ്ങൾ ഈ പറഞ്ഞ വഴിപാട് ചെയ്യുക, പിന്നെ നന്നായിട്ട് പരിശ്രമിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ജോലിയിൽ കയറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശിവന് കരിക്കഭിഷേകം ചെയ്യുമ്പോൾ പിതൃപ്രീതി ഉണ്ടാകും. പിന്നെ ശിവന് പാൽപ്പായസം ചെയ്യുമ്പോൾ മുൻജന്മ കർമ്മദോഷം മാറും. പാർവ്വദേവിക്ക് പിൻവിളക്ക് സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ നിലവിലുള്ള ഏത് ദോഷമായിക്കോട്ടെ, ശനിയുടെ ദോഷങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിലെ ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ കർമ്മദോഷങ്ങളായിക്കോട്ടെ, ജന്മദോഷങ്ങളായിക്കോട്ടെ, കുടുംബദോഷങ്ങളായിക്കോട്ടെ, ശാപദോഷങ്ങളായിക്കോട്ടെ, ഇതെല്ലാം മാറ്റിത്തരാൻ പാർവ്വദേവിക്ക് പിൻവിളക്ക് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. എന്തോ അമ്മയ്ക്ക് മുന്നിൽ മാറുമെന്നുള്ളതാണ്. അപ്പൊ ഇത് നിങ്ങൾ ശനിയാഴ്ച രാവിലെ ചെയ്യുക ശിവക്ഷേത്രത്തിൽ. നല്ല മാറ്റം ഉണ്ടാകും ജീവിതത്തിൽ, പെട്ടെന്ന് മാറ്റം ഉണ്ടാവും. ഏത് തരത്തിലുള്ള കണ്ടകശനിയൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന പലപ്പോഴും കലഹങ്ങൾ, വീട്ടിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ, കലഹങ്ങളെ ഒക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരാൻ വേണ്ടി ശനിയാഴ്ച ശിവന് ഞാനീ പറഞ്ഞ, അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ മാറി നിൽക്കും. കടുത്ത ശത്രുദോഷങ്ങൾ വരെ ശനിയാഴ്ച ശിവന് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മാറിക്കിട്ടും എന്നുള്ളതാണ്. ശനിയാഴ്ച രാവിലെ ചെയ്യണം.
ഈ ഭഗവാൻ വിചാരിച്ചാൽ ഏതൊരു കാര്യവും മാറ്റാൻ അധികം നിമിഷം പോലും വേണ്ട. പിന്നെ ഈ ചൊവ്വാഴ്ച മുരുകന് വഴിപാട് ചെയ്താൽ സകല മാറാത്ത ഒരു ദുരിതങ്ങളുമില്ല. അതിനകത്ത് ഒരുപാട് രഹസ്യമുണ്ട്. അതായത് ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പോൾ കേസ്, വഴക്ക്, കോടതി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, അത് തിരുമേനിയോട് പറഞ്ഞാൽ ചെയ്യുന്നിടത്ത് ചെയ്താൽ മതി, എല്ലാവർക്കും ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, വേൽ പൂജ ചെയ്യാൻ പറയണം ചൊവ്വാഴ്ച ക്ഷേത്രത്തിൽ. വേൽ പൂജ. നിങ്ങൾ ഏതുതരം ഭൂമിപരമായ കേസായിക്കോട്ടെ, നിങ്ങൾ ഏതുതരം കേസുകളായിക്കോട്ടെ, അത് മാറിക്കിട്ടാൻ ഉപകരിക്കും എന്നുള്ളതാണ്. പെട്ടെന്ന് മാറ്റം വരും എന്നുള്ളതാണ്. ചൊവ്വാഴ്ച മുരുകന് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുക. അത് അരളിമാല ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രത്തിൽ എന്താണോ അനുവദനീയമായത് ആ മാല, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല ചൊവ്വാഴ്ച മുരുകനെ സമർപ്പിക്കുക. ശത്രുദോഷം ടക്കേന്ന് പമ്പ കിടക്കും, അതിന് സമയം വേണ്ട. ശത്രുദോഷം പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടും എന്നുള്ളതാണ്. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്, അത് ചില ദിവസങ്ങളിൽ ചെയ്യുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. പെട്ടെന്ന് മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, ചൊവ്വാഴ്ച വൈകിട്ട് മുരുകന് 21 നാരങ്ങ ഒരു തട്ടത്തിൽ വെച്ച് ഓം ശരവണ ഭവ എന്ന് വാഗൊണ്ടോ മനസ്സുകൊണ്ടോ ജപിക്കാം. 6 വലത്ത് വെച്ച് സാമ്പത്തികം പറഞ്ഞ് നടക്കി വെക്ക്, വിശ്വസിച്ച് വെക്ക്, ഭഗവാനെ വിശ്വസിക്കണം. അപ്പം തട്ടം, ഇപ്പം അവിടെ ഈ മിക്കവാറും ക്ഷേത്രത്തില് ഈ നാരങ്ങ മാല വിൽക്കുന്നവരെ തട്ടം കാണും. ഇല്ല പറഞ്ഞാൽ അവര് തട്ടം റെഡിയാക്കി വെക്കും. എന്നിട്ട് ആ തട്ടത്തോടൊപ്പം ക്ഷേത്രത്തിൽ വെച്ചാൽ മതി. അപ്പൊ മാല കിട്ടുന്നവരാകുമ്പോൾ അല്ലെ അവര് തട്ടം എടുത്തോളും. നമ്മൾ പിന്നെ ആ തട്ടത്തിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കണ്ട. ഇപ്പം സാധാരണ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഇപ്പം നാരങ്ങാമാല വെക്കുന്നു, അവരുടെ കയ്യിൽ തട്ടം കാണും. ഇല്ല അവരോട് പറഞ്ഞാൽ എനിക്കൊരു തട്ടം എടുത്ത് വെച്ചേക്കണം ചൊവ്വാഴ്ച മാല വെക്കാൻ വേണ്ടി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചൊവ്വാഴ്ച വെക്കുന്നതാണ്, അതിൻ്റെ പൈസ കൂടെ കൊടുത്ത് അവരാ തട്ടം എടുത്ത് വെക്കും. നമ്മൾ ആ തട്ടത്തിൽ മാല ഭഗവാന് സമർപ്പിച്ചാൽ മതി. പിന്നെ ആ തട്ടം തിരിച്ചു തന്നെ അവര് മാല കിട്ടുന്നവരെടുത്ത് വെച്ചോളും. പിന്നെ ആ തട്ടം നമുക്ക് ഒരു അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ തട്ടത്തിൽ അവര് നമുക്ക് മാല തരും. അങ്ങനെ നമുക്ക് പ്രായോഗികമായ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ല നിങ്ങളിപ്പോൾ അല്ലാതെ ദിവസം വീട്ടിൽ നിന്ന് തട്ടം കൊണ്ടുപോകാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. മാല കിട്ടുന്നവരോട് പറഞ്ഞാൽ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തു തരും. അങ്ങനെ നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിക്കണം കേട്ടോ. ഇനിയും അത് ഇപ്പം ഗൾഫിലൊക്കെ പോയി ശമ്പള വർധനവില്ല, ഒരു രക്ഷയില്ല, ഈ വൈകുന്നപാട് മുരുകൻ ഇത് സമർപ്പിച്ചാൽ മതി. 21 നാരങ്ങ ഒരു തട്ടത്തിൽ, മാലയായിട്ടൊന്നും വേണ്ട. 21 നാരങ്ങ മാലയായിട്ടൊന്നും വേണ്ട, നാരങ്ങയായിട്ട് വെച്ചാൽ മതി. മാല കെട്ടിയൊന്നുമല്ല, നാരങ്ങ ഒരു തട്ടത്തിൽ വെച്ചു. അത് പെരുന്നാൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലുണ്ട്. അപ്പൊ അത് ഇല്ലാത്ത ക്ഷേത്രത്തിൽ മാല കെട്ടുന്നവരോട് പറഞ്ഞാൽ അവരെ അല്ലെങ്കിൽ വഴിപാട് സാധനങ്ങൾ വിൽക്കുന്നവരോട് പറഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്ത് തരും. നമുക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പം ആ തട്ടത്തിൽ മാലയായിട്ടല്ല കേട്ടോ, നാരങ്ങയായിട്ട് വെച്ചാൽ മതി. മാലയൊന്നും കെട്ടുകയും വേണ്ട, നാരങ്ങയായിട്ട് 21 നാരങ്ങ തട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് മുരുകനെ നടയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞാലും പിറ്റേ ദിവസം പിന്നെ ചെല്ലുമ്പോഴും ആ വഴിപാട് ആ മാല കിട്ടുന്നവരുടെ ക്ഷേത്രത്തിൽ നിന്ന് അവർ ആ തട്ടം എടുത്ത് മാറ്റി വെച്ചോളും. അങ്ങനെ അപ്പം നമുക്ക് സൗകര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 21 നാരങ്ങ തട്ടത്തിൽ വെച്ച് 6 വലത്ത് വെച്ച് ഓം ശരവണ ഭവ വാഗുണ്ടോ മനസ്സുകൊണ്ടോ ജപിച്ച മുരുകന്റെ നടയിലെ ചൊവ്വാഴ്ച വൈകുന്നപാട് എങ്ങനെ വെച്ചാലും വിശ്വാസത്തോടെ വെച്ചവർക്കെല്ലാം സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്, നല്ല നിലയിൽ സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ എല്ലാ കാര്യങ്ങളും അല്ല, ചില കാര്യങ്ങൾ ചില രീതി ചെയ്യുമ്പോഴാണ് അത് മാറ്റമുണ്ടാകുന്നത് ചില ദിവസങ്ങളിൽ. അതാണ് അതിൻ്റെ അകത്ത് ഒരു പ്രധാന ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ അതിനുവേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇത് നിങ്ങൾ ആവശ്യം പോലെ ചെയ്യുക എന്നുള്ളതാണ്. ഈ നമ്മളിപ്പം ഈ പലപ്പോഴും ഞാൻ കൈരേഖയിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. ഉറപ്പായിട്ടും ഉപകാരപ്പെടും എല്ലാവർക്കും. ഞാൻ പറയുന്നിടം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇതിപ്പം കൈരേഖയാണ്. ഈ കൈരേഖ വരച്ചാണ് കാണിച്ചിരിക്കുന്നത്. തേണ്ട ഈ വരയെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനൊരു വര കാണിക്കുന്നുണ്ട്, ഇങ്ങനൊരു വര. അതായത് നിങ്ങൾക്കറിയാം, ഇത് പുരുഷന്മാർക്ക് വലത് കൈ കൊണ്ടും സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ടും ചിന്തിച്ചോണം. തേണ്ട ഇങ്ങനൊരു വര. ഇത് ഈ ഭാഗ്യരേഖയും ആയുർരേഖയും കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഈ വരയെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ വര കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിരേഖയ്ക്ക് താഴെ, ബുദ്ധിരേഖ എന്ന് പറഞ്ഞാൽ ഇതാണ് ബുദ്ധിരേഖ, അറിയാമല്ലോ. ഇത് ഹൃദയരേഖ, ഇങ്ങനെ പോകുന്നത് ഇത് ബുദ്ധിരേഖ, ഇങ്ങനെ പോകുന്ന ബുദ്ധിരേഖ, ഈ കാണുന്ന ഈ വൃത്തത്തിനകത്തുള്ളത് ആയുർരേഖ. മനസ്സിലായല്ലോ. അപ്പൊ ഈ ഭാഗ്യരേഖ, ഇങ്ങനെ കാണുന്നത് ഭാഗ്യരേഖ. ഈ ഭാഗ്യരേഖയും
ഈ ആയുർരേഖയും കട്ട് ചെയ്തുകൊണ്ട് ഈ ബുദ്ധിരേഖയ്ക്ക് താഴെയായിട്ട് കാണുന്ന ഈ രേഖയെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ രേഖ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിസ്സാരമായിട്ട് വിചാരിക്കരുത് കേട്ടോ. എത്രയോ ആളുകളുടെ ജീവിതം പരിശോധിച്ച് അതിന് കൃത്യമായ വഴിപാടുകൾ പറഞ്ഞു കൊടുത്ത് അനുഭവങ്ങൾ കണ്ട അനുഭവങ്ങൾ എത്രയോ ആളുകളെ കണ്ടിരിക്കുന്നു. നല്ല കാര്യങ്ങൾ ഞാൻ നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അങ്ങനെ ചെയ്തവരെല്ലാം ജീവിതത്തിൽ മാറ്റം വന്ന ചില കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ ഗുണമുണ്ടാകുന്ന ചില കാര്യങ്ങളുമാണ്. ഇങ്ങനെ രേഖ കണ്ടു കഴിഞ്ഞാൽ വിവാഹം കഴിച്ച ഒരു കുടുംബ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതായത് ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായാൽ, അതൊരു ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു അതൊരു ഡൈവേഴ്സിലേക്ക് വരെ പോകാം. ഒരിക്കലും ആ തരത്തിലേക്ക് പോകരുത്. അതിനുവേണ്ടിയാണ് അതിന് ചെയ്യേണ്ടത്. വെള്ളിയാഴ്ച രാവിലെയും വൈകിട്ടും ശിവക്ഷേത്രത്തിൽ ഭർത്താവിന്റെ പേരിൽ ജലധാര, കൂവളത്തിലാർച്ചന, മൃത്യുഞ്ജയാർച്ചന, ഒരു കൂട് ഭസ്മം, ഭാര്യയുടെയും ഭർത്താവിന്റെയും പേരിൽ ഐക്യമത്യാർച്ചന. ഇത് വെള്ളിയാഴ്ച രാവിലെയും വൈകിട്ടും ചെയ്യുക. വൈകിട്ട് ജലധാര ചെയ്യത്തില്ല, ബാക്കി ചെയ്യുക. ഇനി വെള്ളി ശനിയും കൂടെ ചെയ്താലും നല്ലതാ. ഇല്ല വെള്ളിയാഴ്ചയെങ്കിലും മാസത്തിലൊന്ന് ചെയ്യുക. കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വെള്ളിയും ശനിയും ചെയ്യണം. എന്നിട്ട് ക്ലീം നമഃശിവായ എന്ന് മനസ്സിൽ ജപിച്ച് ഭഗവാനെ ഞങ്ങളിപ്പോൾ ഒരു ഐക്യമായിട്ടിരിക്കാൻ സഹായിക്കണേ എന്ന് മനസ്സിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുക. നല്ല ഐക്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇനിയും പറയുന്ന ഒരു കാര്യം, ഇത് കണ്ടോ, ഇത് ശുക്രമണ്ഡലമാണ്. ഈ ശുക്രമണ്ഡലത്തിൽ ഇങ്ങനെ മാത്രം രേഖകൾ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ കടാക്ഷം ഇന്നല്ല നാളെ ഉണ്ടാകും. ജീവിതത്തിൽ നല്ല സുഖാനുഭവങ്ങൾ, കുടുംബസുഖം ഉണ്ടായി വരും, സംശയം വേണ്ട. ഇങ്ങനെ കാണുന്ന രേഖയിൽ കുറുകെ രേഖ കണ്ടു കഴിഞ്ഞാലും, അല്ലെങ്കിൽ കുറുകെ ഇങ്ങനെ നിവർന്ന് മാത്രം രേഖ കണ്ടാലും ഇതിനൊക്കെ തടസ്സം വരികയും ചെയ്യും കേട്ടോ. അപ്പൊ ഇത് മാത്രം കൊണ്ടല്ല, മറ്റു പല രേഖകളും മണ്ഡലങ്ങളും എല്ലാം കൂടെ നോക്കിയിട്ടാണ് അത് ഫലം കൂടുതൽ അനുഭവത്തിൽ വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എങ്കിലും ഒരു സാധാരണ രീതിയിലുള്ള ഒരു നിഗമനമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇങ്ങനെ രേഖകൾ വ്യക്തമായിട്ട്, ഇങ്ങനെ മാത്രം കൂടുതൽ വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ. ഇനിയും ഈ പലപ്പോഴും ഞാൻ കയ്യിൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ഇത് വ്യാഴമണ്ഡലമാണ്, ചൂണ്ടുവിരലിന് താഴെയുള്ള ഈ വ്യാഴമണ്ഡലത്തിന് താഴെ ഗുണനചിഹ്നം കാണുക. വ്യാഴമണ്ഡലത്തിന് താഴെ ഗുണനചിഹ്നം കാണുന്നത് നല്ലത് തന്നെയാണ്, വ്യാഴമണ്ഡലത്തിൽ മാത്രം. ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊന്നും അത്ര നല്ലതല്ല. പക്ഷെ വ്യാഴമണ്ഡലത്തിൽ താഴെ ഗുണനചിഹ്നം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രണയം ഉണ്ടാകാം എന്നുള്ളതാണ്. എന്ന് കരുതി നിങ്ങൾ പ്രണയിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം അത് നല്ല രീതിയിൽ വരണമെന്നില്ല. കാരണം ഞാൻ അനുഭവത്തിൽ എന്നാണ് പറയുന്നത്. ഈ വ്യാഴമണ്ഡലത്തിന് താഴെ ഗുണനചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ചിലർക്ക് നല്ല വിവാഹം നടക്കാം, ശരി തന്നെ, അത് നല്ലൊരു കാര്യം. പക്ഷെ ഇതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആ സമയത്ത് ഏതെങ്കിലും ഒരു കാര്യത്തോട് അമിതമായ ആഗ്രഹം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു പ്രേമ വിഷയമായിക്കോട്ടെ, അല്ലെ ചിലർക്ക് ചിലപ്പോൾ ഒരു വീട്, അതുപോലെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനുള്ള ആഗ്രഹമായിരിക്കാം. ഇനി ഒരു പ്രണയ വിഷയമൊക്കെ ആയിക്കോട്ടെ, അല്ലെ ഏത് കാര്യമായിക്കോട്ടെ, ഇങ്ങനെ ഒരു ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലിയും ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാലയും ചെയ്യണം. കാരണം എന്നാണെന്നറിയോ, നല്ലതാണെങ്കിൽ നല്ലത് നടക്കട്ടെ, മോശമാണെങ്കിൽ അത് നമ്മളിൽ നിന്ന് മാറിപ്പോക്കോളും. പറഞ്ഞ മനസ്സിലായോ? വെള്ളിയാഴ്ചകൾ ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലിയും ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാലയും ചെയ്യണം. അങ്ങനെ ആവർത്തിക്കണം വെള്ളിയാഴ്ച. വ്യാഴാഴ്ച കൃഷ്ണന് രാവിലെ വൈകിട്ടോ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൊടുക്കണം, പുരുഷ സൂക്താർച്ചനയും ചെയ്യണം. അത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളെ ഇത് മാറിപ്പോകും. ഇനി നമുക്ക് നടക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നല്ലതായിട്ട് വരികയും ചെയ്യും. അല്ല, ഗുണനചിഹ്നം കാണുമ്പോൾ നമ്മുടെ മനസ്സ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൂടുതലായിട്ട് പോകുന്നു എന്നാണ് അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൂടുതലായിട്ട് മനസ്സ് പോകുന്നു എന്നുള്ളത്. അത് നല്ലതായിരിക്കണം നിർബന്ധമില്ല, എന്നാൽ മോശമായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം ഞാൻ കണ്ടിരിക്കുന്ന പലതും അത്ര ചിലർക്കേ ഉള്ളൂ നല്ലതായിട്ട് വരുന്നത്, ചിലർക്ക് അത്ര ഗുണകരമാകണമെന്നില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഇതാണ് ഹസ്തരേഖ. അല്ലാതെ ചുമ്മാ കുറെ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു, വായിക്കുന്നു, അതൊന്നുമല്ല. കൃത്യം ജീവിതത്തിൽ അനുഭവം വരുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ പണ്ടൊരാളുടെ കൈരേഖ പരിശോധിച്ചപ്പോൾ അയാളുടെ ചന്ദ്രമണ്ഡലത്തിൽ ചതുരം കണ്ടു. അപ്പം ചന്ദ്രമണ്ഡലത്തിൽ ചതുരം കണ്ടു കഴിഞ്ഞാൽ വെള്ളം മുഖേന വെള്ളത്തിൽ വീണ ആപത്തുണ്ടാകാന്നുള്ളതാണ്. അപ്പം പക്ഷെ അത് അദ്ദേഹത്തോട് പറയേണ്ട സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചുമില്ല, എന്തോ സംസാരിച്ച വഴിക്ക് ഞാൻ കണ്ടതാണ്. അപ്പം അയാൾ ചോദിച്ചുമില്ല, ഞാൻ പറഞ്ഞുമില്ല, അങ്ങനെ നോക്കിയുമില്ല. അയാൾ സംസാരിച്ച വഴിക്ക് ഞാൻ കൃത്യമായിട്ട് എൻ്റെ ദൃഷ്ടിയിൽ അത് പെട്ടു. ഞാൻ അതെൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എപ്പോഴോ വർഷങ്ങൾക്ക് ശേഷം
ആരോ പറഞ്ഞു കേട്ടു. കാരണം പിന്നെ അയാളെ നമ്മൾ കാണുന്നില്ല. അവര് ദൂരെ ആണ് താമസിക്കുന്നത്, ദൂരെയാണ് ജീവിക്കുന്നത്. പിന്നെ വർഷം വല്ലപ്പോഴൊക്കെ കാണത്തുള്ളൂ. പിന്നെ ഞാൻ അയാളെക്കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. അവര് ദൂരെയൊക്കെയാണ് താമസിക്കുന്നത്. അപ്പം പിന്നെ എപ്പോഴും ആരോ പറഞ്ഞു കേട്ടു, ഈ പഴയ ഒരു 2018 വെള്ളപ്പൊക്കമില്ലേ, ആ സമയത്ത് ഏതാണ്ട് വെള്ളത്തിൽ പോയി മരിച്ചെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടു. അത് വെള്ളത്തിൽ പോയി, ആ വെള്ളത്തിൽ ആപത്തുണ്ടായെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, പക്ഷെ വെള്ളത്തിൽ ആപത്തുണ്ടായെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഞാൻ പക്ഷെ അയാളോട് പോലും പറഞ്ഞിട്ടില്ല, അയാൾ നോക്കിച്ചിട്ടുമില്ല. എൻ്റെ മനസ്സിൽ കിടന്നു അയാൾ സംസാരിച്ചപ്പം കൈരേഖയിൽ ചന്ദ്രമണ്ഡലത്തിൽ ഒരു ചതുരം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അത് ബുക്കിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കറക്റ്റ് പൊസിഷൻ അല്ല. ചന്ദ്രമണ്ഡലത്തിൽ ചതുരം ചിലപ്പം വെള്ളത്തിലാപത്തുണ്ടാകുന്ന ചില ബുക്കുകളിൽ, ചില ഗ്രന്ഥങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ബുക്കുകളിൽ പറയുന്ന പൊസിഷൻ അല്ല അതിൻ്റെ സ്ഥാനം, യഥാർത്ഥ സ്ഥാനം. അവിടെയാണ് എൻ്റെ കാര്യങ്ങൾ. അതാണ് നമ്മൾ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നത്. ഒരു കാര്യം ചെയ്തു പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടു പഠിക്കുമ്പോൾ ഉള്ള ഒരു ഗുണവും പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നത് രണ്ടും രണ്ടാം. അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ പാഠം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുടെ കൈരേഖ പരിശോധിച്ചു, ഈ വീട്ടിൽ ഇരുന്നുകൊണ്ട് പരിശോധിച്ചതാണ്. അപ്പോൾ അത് ഒരാവശ്യത്തിനോടെ വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ശനിമണ്ഡലത്തിലൊരു അടയാളം കണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, പാമ്പ്, പട്ടി ഇതിനെയൊക്കെ ശ്രദ്ധിക്കണം. വീട്ടിൽ ഈ ജനാലകളും ഇതൊന്നും ആവശ്യമില്ലാതെ തുറന്നിടരുത്, തുറന്നിട്ടാലല്ലേ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ നിങ്ങളോട് ഈ പ്രധാന വാതിലിൻ്റെ കാര്യം, ജനലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ജനൽ തുറന്നിടുക. പിന്നെ ആ പ്രധാന വാതിലായിക്കോട്ടെ ജനലായിക്കോട്ടെ നമ്മുടെ ശ്രദ്ധ എപ്പോഴും വേണം എന്നുള്ള ഞാൻ പറഞ്ഞു. കാരണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, കാരണം പുള്ളിയുടെ ശനിമണ്ഡലത്തിൽ ഒരു അടയാളം കണ്ടു. അപ്പോൾ പട്ടി, പാമ്പ് ശ്രദ്ധിക്കണം. അതുപോലെ പട്ടിയുള്ള വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കിടക്കുന്ന മുറിയിലും ഒക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഒന്ന് നോക്കുന്നതിൽ തെറ്റില്ല. പിന്നെ കാടുള്ള പ്രദേശത്തൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ വീട്ടിൽ ജനലുകളൊന്നും തുറന്നിടരുതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിൽ കയറി, ഹാളിൽ കയറി 2-3 മുറി പിന്നിട്ട് പാമ്പ് ഇദ്ദേഹം കിടക്കുന്ന ആ മുറിയിൽ സാമാന്യ വലിപ്പമുള്ള ഒരു പാമ്പ് കയറി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് അത് ഞാൻ പറഞ്ഞ സമയത്ത് അത് 2 ആഴ്ച മുമ്പ് സംഭവിച്ചിരുന്നു. പക്ഷേ എൻ്റെ മനസ്സും ആ ഒരു കാര്യമായിട്ടൊരു 2 ആഴ്ചത്തെ വ്യത്യാസമുള്ളായിരുന്നു. എൻ്റെ മനസ്സിൻ്റെ വേഗതയും ആ കാര്യം, കാരണം ഇദ്ദേഹത്തെ കണ്ടത് ഈയിടെയാണ്, അത് കാണുമ്പോഴല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ ഒരു കാര്യം നടന്നെന്ന് ഞാൻ പറഞ്ഞു. ഇനിയാണെങ്കിലും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ പാമ്പ് അത് ഇറങ്ങിപ്പോയി, ആ വഴിക്ക് പോയി, വെളിയിലോട്ട് പോയി, അവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ പോയെന്ന് പറഞ്ഞു. എങ്കിൽ പോലും അതാണ് ഈ ഹസ്തരേഖ അല്ലെ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ചുമ്മാ കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയും പുസ്തകത്തിൽ കാണുന്ന കാര്യങ്ങളോ അത് ആർക്കും പറയാമല്ലോ. അതിപ്പോൾ നമുക്ക് പുസ്തകം വായിച്ചിട്ട് പറയാം, അത് എളുപ്പമല്ലേ. അതിലല്ല കാര്യം. ജീവിതത്തിൽ അനുഭവിക്കുന്ന ഇത് മനസ്സുകൊണ്ട് അതിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് പല നല്ല കാര്യങ്ങളും പല മാറ്റത്തിനുള്ള കാര്യങ്ങളും പറയാൻ പറ്റും. ഈ സൂര്യമണ്ഡലം, മോതിരവിരലിന് താഴെയുള്ള ഭാഗമാണ് സൂര്യമണ്ഡലം. സൂര്യമണ്ഡലത്തിൽ ഗുണനചിഹ്നം കാണുക എന്ന് വെച്ചാൽ ഒരു രേഖ കുറുകെ ഒരു രേഖ കട്ട് ചെയ്യുക, മുറിക്കുക. അപ്പം ഗുണനം പോലെയും കാണാം, കുരിശ് പോലെയും കാണാം. എങ്ങനെ കണ്ടാലും ഒരു ക്രോസ് എന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, ഇപ്പം നിങ്ങളൊരു കാര്യത്തിന് വലിയ പൈസ മുടക്കുന്നു. ചിലർ ചിലപ്പോൾ വലിയൊരു കാര്യമായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നു, പൈസ ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പൈസ ലാഭിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞ കേൾക്കാതെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പണം നഷ്ടപ്പെട്ടവരുമുണ്ട്. അത് നമ്മുടെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ പറയാം, നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. എന്നോട് ചോദിക്കുന്നുള്ള എൻ്റെ അഭിപ്രായം പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സൂര്യമണ്ഡലത്തിൽ ഗുണചിഹ്നം ഉണ്ടെങ്കിൽ സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ മതി, പണനഷ്ടം ഒഴിവാക്കാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ടോ ദൈവാധീനം ഇല്ലാതെ എന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. കാരണം ദൈവാധീനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈശ്വരൻ ബുദ്ധി തന്നിട്ടുണ്ട്, ആ ബുദ്ധി പ്രയോഗിക്കുക, അതാണ് ദൈവാധീനം. നമ്മുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുന്നതിന് ഈശ്വരനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പറഞ്ഞ മനസ്സിലായി? നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പലതും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു മനസാക്ഷി പറയും, അത് വേണോ, ഇത് വേണോ. തെറ്റുകൾ ചെയ്യുമ്പോൾ അല്ലെ നമുക്ക് മോശമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതൊന്നും നമ്മൾ കേൾക്കത്തില്ല, നമ്മൾ പോയി അങ്ങ് ചെയ്യും. അത് നമ്മുടെ തന്നിഷ്ടം കൊണ്ട് പറ്റുന്ന അബദ്ധങ്ങളാണ്. അതിന് ഈശ്വരനെയോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ പ്രവൃത്തി ദോഷം. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ദൈവാധീനത്തിന് വേണ്ടി ദേവാലയങ്ങളിൽ പോകുന്നതോടൊപ്പം ഏതൊരു കാര്യവും ആലോചിച്ച് ചെയ്യാവുള്ളൂ. അത് നമ്മൾ താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. അപ്പം ഇങ്ങനെ മോതിരവിരലിന്റെ താഴെ ഒരു ഗുണനചിഹ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആർക്കും പൈസ കൊടുക്കുമ്പോൾ ആരുടെയും സ്വർണ്ണമൊന്നും നിങ്ങൾ മേടിച്ച്, ഇപ്പം ചിലർ പറയും സ്വർണം ഇച്ചിരി നാൾ കൈ സൂക്ഷിക്കാവോ,
പിന്നെ ഞാനങ്ങ് മേടിച്ചോളാം. അങ്ങനെ ഒന്നും ചെയ്യരുത്. അതുപോലെ ഇടനില നിന്ന് ആർക്കും പൈസ മേടിച്ചു കൊടുക്കരുത്. വലിയ തുകകൾ കടം കൊടുത്താൽ ബുദ്ധിമുട്ട് വരും കിട്ടാൻ. സാമ്പത്തികപരമായ ഏതൊരു ഇടപാടിലും ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിച്ചാൽ അതിന്റെ ഗുണം ഉണ്ടാകും. പിന്നെ ദൈവാധീനത്തിന് വേണ്ട ധാരാളം കാര്യങ്ങൾ വീഡിയോ പറയുന്നുണ്ട്, അത് ചെയ്താൽ മതി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. മനസ്സിലാകുന്നുള്ളൂ. അതിനാ ദൈവം നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത്. അതാണ് ഈശ്വരാധീനം. നമ്മുടെ ബുദ്ധി തന്നെയാണ് ഈശ്വരാധീനം. പിന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഓപ്ഷനാണ്, നമ്മുടെ വില്ല. അത് നമുക്ക് ഈശ്വരൻ അതിനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, എന്ത് ചെയ്യണോ എന്ത് ചെയ്യേണ്ട എന്നുള്ളത്. പക്ഷെ അത് നമ്മൾ വിനിയോഗിക്കണം ശരിയായ രീതിയിൽ. ഇനിയും ഇത് ബുധമണ്ഡലമാണ്, ഈ ചെറുവിരലിന് താഴെയുള്ള ഭാഗം. ഈ ബുധമണ്ഡലത്തിൽ ഒരു ഗുണലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നാക്ക് ശ്രദ്ധിക്കണം. വായു വരുന്നെല്ലാം വിളിച്ചു പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളെ സൃഷ്ടിക്കാൻ ഉപകരിക്കും. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ നാക്ക് ശരിയല്ലെങ്കിൽ നമ്മളൊരു തൊഴിൽ ചെയ്താലും ആ തൊഴിലിലും തകർച്ച ഉണ്ടാവും. മനസ്സിലായില്ലേ? കസ്റ്റമർ ഇസ് ദ കിങ്. കസ്റ്റമറോട് നല്ല രീതിയിൽ ഇടപെട്ടാലേ ഒരു തൊഴിൽ വിജയിക്കത്തുള്ളൂ. നമ്മുടെ നാക്ക് ശരിയല്ല, വായു വരുന്നെല്ലാം വിളിച്ചു പറയുക, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഈ ബുധമണ്ഡലത്തിൽ ഗുണലക്ഷണമുള്ള പലർക്കും തൊഴിൽ പരാജയം ഉണ്ടാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ അവർക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ്, നമ്മളെ ആ നാക്ക് ശ്രദ്ധിക്കുക. അത് നമ്മൾ വിചാരിച്ചാൽ മാറ്റാവുന്ന കാര്യമുള്ളൂ. ഇങ്ങനെ രേഖയിൽ പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഗുണം ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ബുദ്ധിരേഖയുടെ ഈ ബുദ്ധിരേഖയുടെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു കുറുകെ ഒരു രേഖ കാണുമെന്ന് വിചാരിച്ചു. ബുദ്ധിരേഖയിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ സമയം ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ഈ രേഖയാണ് പറയുന്നത് കേട്ടോ. ഈ രേഖ കണ്ടല്ലോ, ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യത്തിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാം. മനസ്സിലായില്ലേ? ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിന് ചെയ്യേണ്ട കാര്യം വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് കടുംപായസം, രക്തപുഷ്പാഞ്ജലി, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല, അതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് മാറിക്കിട്ടും എന്നുള്ളതാണ് തടസ്സങ്ങൾ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി ചാടത്തില്ല. ഈ കണ്ടകശനി, ഏഴരശനി ഉള്ള സമയങ്ങളിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും പോയി ചാടരുത്. അതുപോലെ വണ്ടിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ബ്രേക്ക് ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ ഒക്കെ ചെക്ക് ചെയ്യണം. അതെല്ലാം ആളുകൾക്ക് ഗുണപ്പെടുന്നുണ്ട്. പിന്നെ വണ്ടിയെ കയറുന്നതിന് മുമ്പ് ശ്രീരാമ ജയരാമ ജയ ജയരാമ, ഓം നമോ നാരായണായ, ഇത് 2-3 തവണ വാഗൊണ്ട് ജപിക്കണം. ഇറങ്ങുമ്പോഴും അങ്ങനെ തന്നെ, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ജപിക്കണം. പിന്നെ പക്കനാളിന് ശിവന് കരിക്കഭിഷേകം, കൂവളത്തിലർച്ചന, മൃത്യുഞ്ജയാർച്ചന, ജലധാര, ഒരു കൂട് ഭസ്മം ഇത് ചെയ്യണം. ഇത് പക്കനാൾ തോറും ആവർത്തിക്കണം. ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം. ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന അപകടങ്ങളെ, ദുരിതങ്ങളെ, ആപത്തുകളെ ഒക്കെ തടയാനും നമ്മുടെ മുൻജന്മ കർമ്മദോഷങ്ങൾ മാറുവാനും ജീവിതത്തിലേക്ക് സമ്പത്തും സമൃദ്ധിയും വരാനും. സമ്പത്തെ സമൃദ്ധിക്ക് എപ്പോഴും നെയ്യല്ലേ നെയ്വിളക്ക് ശിവനെ സമർപ്പിച്ചോണം കേട്ടോ. അത് എപ്പോഴും ഓർത്തോണം. ഭദ്രകാളിക്കാണെങ്കിലും നെയ്യല്ലേ നെയ്വിളക്ക്. നെയ്യ് അല്ലെ നെയ്വിളക്കാണ് കൃഷ്ണനായിക്കോട്ടെ, ശിവനായിക്കോട്ടെ, ഭദ്രകാളിക്കായിക്കോട്ടെ, മുരുകനായിക്കോട്ടെ സാമ്പത്തികത്തിന് ചെയ്യുന്ന ഏറ്റവും നല്ല നെയ്യല്ലേ നെയ്വിളക്ക് സമർപ്പിച്ചാൽ സാമ്പത്തികം ഉണ്ടാവും. അത് എപ്പോഴും ഓർത്തോണം കേട്ടോ. അത് ആവശ്യമുള്ളവർ ചെയ്യുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഞാൻ ധാരാളം ആളുകളെ, എത്രയോ ആളുകളുമായിട്ട് ഇടപഴകുന്നു, എത്രയോ ആളുകളെ ദിവസം കാണുന്നു, എത്രയോ ആളുകളുടെ ഗ്രഹനിലകളും കാര്യങ്ങളും കൈരേഖയും ഒക്കെ നോക്കുന്നു. എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ ആളുകളെ നോക്കിയിരിക്കുന്നു, എത്രയോ ബന്ധങ്ങൾ, എത്രയോ ആളുകളുമായിട്ട് പരിചയങ്ങൾ ഒക്കെ. ഒരു ദിവസം തന്നെ എത്രയോ ആളുകളുമായിട്ട് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു വാട്സപ്പ് വഴി. അപ്പം ഒരു ദിവസം തന്നെ എത്രയോ ആളുകളുമായിട്ട് ഞാൻ വർഷങ്ങളായിട്ട് സംസാരിക്കുന്നു, ഇടപഴകുന്നു. അങ്ങനെ എത്രയോ ജീവിതങ്ങൾ കാണുന്നു. ആ അനുഭവത്തിൽ എന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിരിക്കുന്ന പല ആളുകളും നമുക്കൊരു വയ്യാഴിക ഉണ്ടെന്ന് വിചാരിച്ചു, ആരോഗ്യ പ്രശ്നമുണ്ട്. പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന തൊഴിൽ ചെയ്യണം, പറ്റുന്ന രീതിയിൽ. ഒരിക്കലും വെറുതെ ഇരിക്കുക. പിന്നെ തീരെ വയ്യ, ഒന്ന് കിടപ്പാണ് എങ്കിലുള്ള ജോലിയൊന്നും ചെയ്യാതെ തന്നെ വീട്ടിൽ തന്നെ കിടക്കണം, റെസ്റ്റ് ചെയ്യണം. നമുക്ക് പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഏതെങ്കിലും തൊഴിലുകൾ ചെയ്യണം. അതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ. ഞാൻ അങ്ങനെയുള്ള ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പല ജോലികൾ ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടു. അവരെ കൊണ്ട് പറ്റുന്ന തൊഴിൽ അത് നല്ലൊരു കാര്യമാണ്. കാരണം വീട്ടിൽ ഈ അസുഖമാണെന്നും പറഞ്ഞു അതിൻ്റെ പേരിൽ വീട്ടിൽ വെറുതെ ഇരുന്ന് ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരു പറ്റത്തില്ല, വേണ്ട, നമുക്കിപ്പോൾ അസുഖമാണ്, നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, വീട്ടിൽ ഇരുന്നു റെസ്റ്റ് ചെയ്തു. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല.
ജോലി ചെയ്യാവുന്ന കാര്യമുള്ളെങ്കിൽ ജോലി ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതാണ് ശരിക്കും ഈശ്വരനുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സൂത്രത്തിൽ കഴിഞ്ഞു പോകരുത്. എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ തീരെ വയ്യ എങ്കിൽ വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുത്തോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ഒരു ഒരു ജോലിപരമായി പറ്റുന്ന തൊഴിൽ, ചിലപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന തൊഴിൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടെങ്കിൽ പറ്റുന്ന പോലെ ചെയ്യുന്നതിൽ തെറ്റില്ല. അതുപോലെ ചില ആളുകളുണ്ട്, ഇപ്പം ഈ അവരുടെ വിചാരം അവർ പറയുന്നതെല്ലാം മറ്റുള്ളവർ വിശ്വസിക്കുക എന്നുള്ളതാണ്. വീടുകളിലൊക്കെ വന്നിട്ട്, ഞാനത് മോശമായിട്ടല്ല പറയുന്നത് കേട്ടോ, കാരണം അതിനകത്തൊരു സത്യം പലപ്പോഴും ഇല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ചില ആളുകൾ സത്യമുള്ളവരും കാണും, എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള പലതും ഒരു സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വീട്ടിലൊക്കെ വന്നിട്ട് ഇപ്പം പപ്പടം കൊണ്ട് വന്നിട്ട് പറയും, മോളെ കെട്ടിക്കാനുണ്ട്, പപ്പടം മേടിക്കാവും, വല്ല കാര്യമുണ്ടോ? പപ്പടം നല്ലതാണെങ്കിൽ പപ്പടം മേടിക്കും. അവിടെ പക്ഷെ അത് പലപ്പോഴും സത്യസന്ധമല്ലാന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ അച്ഛന് സുഖമില്ല കിടക്കുക, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം മേടിക്കുക, വീട്ടിലേക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നു, ഇപ്പം മുറുക്ക് കൊണ്ടുവന്നു, അച്ചപ്പം കൊണ്ടുവന്നു, അച്ഛന് സുഖമില്ല, അമ്മയ്ക്ക് സുഖമില്ല, മക്കളെ കെട്ടിക്കണം, മേടിക്കാമെന്നൊക്കെ ചോദിക്കുന്നത്, അതൊരിക്കലും ശരിക്കും അതൊക്കെ ഒരു 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 സത്യസന്ധമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ശരിക്കും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. അതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അവർ പറയത്തില്ല. ബുദ്ധിമുട്ടുള്ളവർ ഇതൊരു തൊഴിലാക്കിയവരാണ്, ഇതൊരു തന്ത്രമാണ്. ഒരിക്കലും ഒരു അസത്യം പറഞ്ഞ് ഒരു കച്ചവടം ചെയ്യുക, അതൊന്നും അത്ര സത്യസന്ധ അത് നമ്മൾ എല്ലാവരും വിശ്വസിക്കുമെന്നാണ് എല്ലാവരുടെയും വിചാരം. സത്യത്തിൽ അത് കേൾക്കുന്നവർക്ക് അറിയാം ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. അത് ഇപ്പം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് സത്യസന്ധമാണെന്ന് അത് തെളിയിച്ചു കഴിഞ്ഞാൽ സഹായിക്കാൻ എന്തോരം സംഘടനകളും ആളുകളും ഉണ്ട്. പറയാൻ മനസ്സിലായോ? സത്യസന്ധമാണ്, ജനുവിനാണെന്ന് തെളിയിച്ചാൽ എന്തോരം ആളുകളും സംഘടനകളും സഹായിക്കാനുണ്ട്. ഇത് അസുഖത്തിന്റെ പേര് പറഞ്ഞ്, അല്ലെ മക്കളെ കെട്ടിക്കാനെന്നുള്ള പേര് പറഞ്ഞ് ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ പറയുന്നത്, അതൊക്കെ അവരുടെ വിചാരം ഇതൊക്കെ വലിയ മെടുക്കാണെന്ന്. അതൊക്കെ ഒരു വളരെ ഒരു ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞ് ചെയ്യരുത്. മനസ്സിലായില്ലേ? അത് ആളുകൾ എന്തെങ്കിലും അത് മനസ്സിലാകാഞ്ഞിട്ടല്ല പല കാര്യങ്ങളും മേടിക്കുന്നത്. പോട്ടെന്ന് വിചാരിച്ച് ചിലപ്പോൾ ചിലർ മേടിക്കും. ഇത് എല്ലാവരും മണ്ടന്മാരാണെന്ന് വിചാരിക്കുന്നത്. ഒരിക്കലും സൂത്രത്തിൽ ഒരു മറ്റുള്ളവരെ പറ്റിച്ചൊരു കാര്യം ചെയ്യുന്നത് ഒരു വലിയ മിടുക്ക് ഉള്ള കാര്യമല്ല. നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ഒരു നിലനിൽപ്പ് ഉണ്ടാകത്തുള്ളൂ. അല്ലെ നമുക്ക് ഈ കള്ളത്തരം പറഞ്ഞാലേ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ അതേ രീതിയിൽ പോവും. അത് അറിയാൻ കഴിഞ്ഞിട്ട് അത് ആശുപത്രി തന്നെ പോകത്തുള്ളൂ. ഞാൻ മനസ്സിലായല്ലേ? അപ്പൊ സത്യസന്ധത കഴിവും ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ നമ്മളൊരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ജെനുവിനാണ്, സത്യസന്ധമാണെന്ന് നമുക്ക് ബോധ്യം വരണം. എങ്കിലേ, അല്ലാതെ ഈ ഫ്രോഡുകളെയോ കള്ളത്തരം പറഞ്ഞു വരുന്നവരെയോ സഹായിക്കാൻ പാടില്ല. ജെനുവിനാണ്, സത്യസന്ധമാണെന്നൊരു ബോധ്യം വന്നെങ്കിൽ നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യണം, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ, നമുക്ക് അതിൻ്റെ സ്ഥിതി അനുസരിച്ച്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതുള്ളൂ. പിന്നെ ഇപ്പൊ ഒരാൾ കുറെ വീടുകളിലൊക്കെ അലഞ്ഞ് വരുവാണ്, എന്തെങ്കിലും സാധനം എടുക്കാമെന്ന് ചോദിച്ചാൽ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തോന്നുക, അവർ പറയുന്നത് ചിലപ്പോൾ കള്ളത്തരമാണെന്ന് തോന്നിയാലും അവരുടെ ഒരു അവസ്ഥ കണ്ട് അല്ലെങ്കിൽ പൈസ പൊക്കോട്ടെ എന്ന് കരുതി ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതിലും തെറ്റില്ല. പക്ഷെ ഈ കള്ളത്തരം പറഞ്ഞ് പല കാര്യങ്ങളും നേടുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ ഒരാളുടെ അവസ്ഥ കണ്ട് പോയപ്പോട്ടെ എന്തെങ്കിലും ആട്ടെ എന്ന് കരുതി ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതിലും തെറ്റില്ല. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ശരിയെന്ന് തോന്നി പറഞ്ഞതേ ഉള്ളൂ. സത്യസന്ധമായിട്ട് ഏതൊരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കാണ് ജീവിതത്തിൽ നമ്മൾ എന്ത് നേട്ടം ഉണ്ടായാലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്. അല്ലെയുള്ള താൽക്കാലികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നേ ഉള്ളൂ. ആത്യന്തികമായിട്ട് ജീവിതത്തിൽ അതൊരു നേട്ടമായിരിക്കത്തില്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം ശിവായ നമഃ. നർപ്പവി നർപ്പവി നർപ്പവി.